കേർവ് വരയ്ക്കണം. അതായത് ആംഗിൾ ഓഫ് ഇൻസിഡൻസും ഡീവിയേഷനും തമ്മിലുള്ള ഒരു കേർവ് വരയ്ക്കണം. നമ്മൾ അന്ന് പഠിപ്പിച്ചപ്പോൾ വരച്ചില്ലായിരുന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അപ്പം അതും കൂടെ ഒന്ന് വരച്ചത്. അതായത് ID കേർവ് എന്ന് പറയും. ഇത് ഡെൽ ആണ്. ഡെൽ അഥവാ ഡീവിയേഷൻ എന്ത് വേണേൽ കൊടുക്കാം, D എന്ന് വേണേലും കൊടുക്കാം. Y ആക്സിസിൽ ഡീവിയേഷനും X ആക്സിസിൽ ആംഗിൾ ഓഫ് ഇൻസിഡൻസും ആണ് വരുന്നുണ്ടാകുക. അപ്പൊ അവർ പറയുന്നത് എന്താണെന്ന് അറിയാമോ? അതായത് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഇങ്ങോട്ടാണ്, ഡീവിയേഷൻ ഇങ്ങോട്ടാണ്, അല്ലയോ? അപ്പൊ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് കൂട്ടുമ്പോൾ ഡീവിയേഷൻ കുറഞ്ഞ്, ഒരു സെക്കൻഡ് ഓക്കെ. അതായത് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് കൂടുന്നതിനനുസരിച്ച് ഡീവിയേഷൻ കുറയും ആദ്യം. അതായത് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് നമ്മൾ കൂട്ടുന്നു. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് നോക്കിയോ, ഇത് ഇങ്ങോട്ട് ഓരോ വാല്യൂ കൊടുക്കുമ്പോഴത്തേക്കും ഡീവിയേഷൻ ആദ്യം കുറഞ്ഞു വരും. എന്നിട്ട് ആംഗിൾ ഓഫ് ഡീവിയേഷന്റെ ഏതോ ഒരു വാല്യൂ വരുമ്പോഴത്തേക്കും ഡീവിയേഷൻ മിനിമം. പിന്നീട് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് കൂട്ടിയാലും ആംഗിൾ ഓഫ് ഡീവിയേഷൻ എന്ത് ചെയ്യത്തില്ല, കുറയത്തില്ല, പകരം എന്ത് ചെയ്യും, കൂടി പോകും. കണ്ടോ, ഇതാണ് ID കർവ്. ഈ ഒരു പെർട്ടിക്കുലർ വാല്യൂവിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ആംഗിൾ ഓഫ് മിനിമം ഡീവിയേഷൻ എന്ന് പറയുന്നത്. ഈ ഒരു പെർട്ടിക്കുലർ വാല്യൂ. ഓക്കെ ആണല്ലോ. ഇത് ID കർവ് ആണ്. അപ്പം ID കർവ് എന്നൊരു ഹെഡിങ് കൊടുത്തിട്ട് വേണം ഇതെന്ത് ചെയ്യാൻ, വരയ്ക്കാൻ. ID കർവെന്നോ ഡെൽ കർവെന്നോ വരയ്ക്കാം കേട്ടോ, അത് പറയാം. ID കർവ് ഇത് പരീക്ഷയ്ക്ക് സാധാരണ ചോദിക്കുന്നതാണ്. ഗ്രാഫ് മാത്രമായിട്ടെങ്കിലും ചോദിക്കുന്നതാണ്. അപ്പോൾ അതൊന്ന് പഠിച്ചു വെച്ചേക്കണം. ഓക്കെ, വരച്ചു എന്ന് വിചാരിക്കുന്നു. അടുത്തത് ഡിസ്പെർസീവ് പവർ എന്നൊരു ഹെഡിങ് കൊടുത്തേര്. ഡിസ്പെർസീവ് ഓൾറെഡി നമ്മൾ ID കർവ് ആണ് വരച്ചത്. ID കർവും കൂടെ നമ്മൾ ആ ലാസ്റ്റ് ആ ഡെറിവേഷനകത്ത് ഇതും കൂടി ഉൾപ്പെടുത്തേണ്ടതാണ്, ഈ ID കർവ്. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ എഴുതേണ്ട ഹെഡിങ് ഡിസ്പെർസീവ് പവർ. ഡിസ്പെർസീവ് പവർ. ഡിസ്പെർസീവ് പവർ എന്ന് പറയുമ്പോൾ it is the power of a transparent medium which separate different colors of light, by refraction. ഓക്കെ, ഈ ഡിസ്പെർസീവ് പവർ ജസ്റ്റ് എന്താണെന്നുള്ള കൺസെപ്റ്റ് ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. ഇപ്പൊ ഞാനൊരു പ്രിസം വരയ്ക്കാം, നിങ്ങൾ ഇത് വരച്ചെടുത്തോണേ. ഇപ്പൊ ഞാൻ ഇതൊരു പ്രിസം വരയ്ക്കുകയാണ്. ഈ പ്രിസത്തിനകത്തൂടെ ഞാനൊരു വൈറ്റ് ലൈറ്റ് കടത്തി വിട്ട് കഴിഞ്ഞാൽ അത് 7 കളറായിട്ട് സ്പ്ലിറ്റ് ചെയ്യുമല്ലോ. ഏറ്റവും കുറവ് ഡീവിയേറ്റ് ചെയ്യുന്ന കളർ റെഡ് ആണ്. അതുകൊണ്ടാണ് റെഡ് എവിടെ വരുന്നത്, റെഡ് മുകളിൽ വരുന്നത്. ഏറ്റവും കൂടുതൽ ഡീവിയേറ്റ് ചെയ്യുന്ന കളർ വയലറ്റ് ആണ്. അതുകൊണ്ട് വയലറ്റ് വേണ്ടി ഇങ്ങനെ താഴോട്ട് വരുന്നു. ഓക്കെ ആണല്ലോ. അങ്ങനെയാണ് നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ ഈ വൈറ്റ് ലൈറ്റ് സ്ട്രെയിറ്റ് ആയിട്ട് പോവുകയാണെങ്കിൽ ഇങ്ങനെയായിരിക്കും പോകുന്നത്. ഈ റെഡ് എത്ര ഡീവിയേറ്റ് ചെയ്തു, കണ്ടോ, ഇത്രയും ഡീവിയേറ്റ് ചെയ്തു. ഇതാണ് ഡെൽ R എന്ന് നമുക്ക് കൊടുക്കാം. ഓക്കെ, വയലറ്റ് എത്ര ഡീവിയേറ്റ് ചെയ്തു, വയലറ്റ് തന്നെ ഇത്രയും ഡീവിയേറ്റ് ചെയ്തു. ഇത് ഡെൽ V എന്ന് കൊടുക്കാം. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഡിസ്പെർസീവ് പവർ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് അറിയാമോ? അതായത് ഡിസ്പെർസീവ് പവർ ഓഫ്
ഇങ്ങനെ എഴുതാം, റെഡ് വിത്ത് റെസ്പെക്ട് ടു വയലറ്റ് എന്ന് പറയുമ്പോഴും എന്താണ്, ഡെൽ വിയിൽ നിന്ന് ഡെൽ ആർ കുറയ്ക്കുന്നതായിരിക്കും. അതായിരിക്കും അവിടുത്തെ ഡിസ്പെർസീവ് പവർ. അതായത് അതിന് നമുക്ക് തീറ്റ ആർ വി എന്ന് എടുത്തു കഴിഞ്ഞാൽ സിംപിളി പറയുന്നതാണ്, മനസ്സിലാക്കാൻ. തീറ്റ ആർ വി എന്ന് എടുത്തു ആർ വി റെഡ് വയലറ്റ് എന്ന് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താ, ഡെൽ ഓഫ് ബി അതാണ് കൂടുതൽ, മൈനസ് എന്താ ഡെൽ ഓഫ് ആർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടുത്തെ ആംഗുലാർ, അതായത് ആംഗിൾ ഓഫ് ഡിസ്പെർഷൻ നമുക്ക് അവിടെ കിട്ടും. ഒരു കാര്യം ചെയ്യും, ഇത് ഇവിടെ എഴുതണ്ട, ഇതിങ്ങനെ താഴോട്ട് എഴുതിക്കോ, ഇതിങ്ങനെ വരയ്ക്കുക, വരച്ചിട്ട് താഴോട്ട് എഴുതിക്കോ. ആംഗിൾ ഓഫ് ഡിസ്പെർഷൻ between violet and red is given by theta rv is equal to del v minus del r. ഓക്കെ, കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ del v greater than del r ആണ് അല്ലേ, ഡീവിയേഷൻ. അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ എഴുതാം. ഈ തീറ്റ എന്ന് പറയുന്നത് ആംഗുലാർ ഡിസ്പെർഷൻ എന്ന് പറയും. where theta is the angular dispersion. ഓക്കെ, ഇനി ആ ഡിസ്പെർസീവ് പവറിനെ നമ്മൾ, അതായത് ഈ റെഡിന്റെയും വയലറ്റിന്റെയും ഡിസ്പെർസീവ് പവറിനെ, ആ രണ്ട് കളറിന്റെ ഡിസ്പെർസീവ് പവറിനെ നമ്മൾ കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എന്ന് പറയുമ്പോൾ അത് എഴുതിക്കോ, ഡിസ്പെർസീവ് പവർ ഈസ് ഈക്വൽ ടു പവർ ഒമേഗ ആർ വി എന്നാണ് എഴുതുന്നത്. ഒമേഗ ആർ വി ഈസ് ഈക്വൽ ടു ഡെൽ വി മൈനസ് ഡെൽ ആർ ഡിവൈഡ് ബൈ എന്താണെന്നറിയോ, ഡെൽ എം. ഈ ഡെൽ എം എന്ന് പറയുന്നത് മീൻ ഡീവിയേഷൻ എന്ന് പറയും. അതായത് വയലറ്റിന്റെയും റെഡിന്റെയും മീൻ ഡീവിയേഷൻ എന്ന് പറയുമ്പോൾ ഏകദേശം ആ യെല്ലോയുടെ ഭാഗത്തുള്ള അല്ലെങ്കിൽ യെല്ലോ കളറിന്റെ ഡീവിയേഷനെയാണ് നമ്മൾ ഇവിടുത്തെ മീൻ ഡീവിയേഷൻ ആയിട്ട് എടുക്കുക. അപ്പം ഏത് രണ്ട് കളറാണോ നമ്മൾ അതിന്റെ ഡിസ്പെർസീവ് പവർ ആണോ കണ്ടുപിടിക്കുന്നത്, അതിന്റെ മീൻ വാല്യൂ എടുത്തിട്ട് അതിനെ മൈനസ് ചെയ്യുമ്പോൾ കിട്ടുന്നതായിരിക്കും അതിന്റെ ഡിസ്പെർസീവ് പവർ എന്ന് പറയുന്നത്. ഓക്കെ, അത് നമുക്ക് ഇപ്പൊ ഈ തിയറി പഠിപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ടോപ്പിക്ക് മനസ്സിലാകാൻ സാധ്യത വളരെ കുറവാണ്. അപ്പൊ ജസ്റ്റ് ഈക്വേഷൻ പഠിക്കുക, ഞാൻ ആ ന്യൂമറിക്കൽസ് ചെയ്യിപ്പിക്കുന്ന സമയത്ത്. പിന്നെ അതിൽ ഉപരിയായിട്ട് CBSEക്ക് ഈ ടോപ്പിക്ക് ശരിക്കും പറഞ്ഞാൽ സിലബസിൽ ഇല്ലാത്ത ടോപ്പിക്കാണ്. ICSEയുടെ എനിക്ക് തോന്നുന്നു ഈ കഴിഞ്ഞ വർഷം ഇല്ലായിരുന്നു, എനിക്കറിയത്തില്ല. ഈ വർഷം കഴിഞ്ഞ വർഷത്തെ സിലബസ് തന്നെ ആയിരിക്കും ഫോളോ ചെയ്യുന്നത്. എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. എന്തായാലും ഞാനത് പഠിപ്പിക്കുക. ഇനിയിപ്പം എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ മാർക്ക് കിട്ടുമെന്ന് ഷുവറാണ്. കാരണം CBSEക്ക് 100% ഇതിനകത്തില്ല, സിലബസിനകത്തില്ല. പിന്നെ ഞാനത് പഠിപ്പിക്കുന്നതേ ഉള്ളൂ ഡിസ്പെർസീവ് പവർ. ഓക്കെ ആണല്ലോ? ഓക്കെ, അപ്പം ഇത്രയുമേ ഉള്ളൂ നമുക്ക് ഡിസ്പെർസീവ് പവറിനകത്ത് പഠിക്കാനുള്ളത്. ബാക്കി നമുക്ക് ന്യൂമറിക്കൽ വരുന്ന സമയത്ത് നമുക്ക് അത് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഇനി നമുക്ക് ഇതിന്റെ ലാസ്റ്റ് പാർട്ടിലോട്ട് കയറാൻ പോവാണ്. ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെന്റ്സ് എന്ന് പറയുന്ന പാർട്ടിലേക്ക് കയറുകയാണ്. ഇത് വളരെ പാടാണ്. ന്യൂമറിക്കൽ ചോദിക്കാം, ഡെറിവേഷൻ ചോദിക്കാം, ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻ ചോദിക്കാം. ഇത് ഏത് ചോദിച്ചാലും നമുക്ക് ചെയ്യാൻ പറ്റാത്ത തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചോദിക്കുന്നത്. ഡെറിവേഷൻ ചോദിച്ചാൽ നമ്മൾ രക്ഷപ്പെട്ടു. ഓക്കെ, പക്ഷെ ആ ഡെറിവേഷൻ ആണ് എഴുതേണ്ടതെന്നുള്ളത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടായിരിക്കും ആ ക്വസ്റ്റ്യനിൽ നിന്നും. ഓക്കെ ആണല്ലോ? അപ്പം ഇത് മനസ്സിലാക്കണമെങ്കിൽ ഇതിനകത്തൊരു പ്രത്യേകതയുണ്ട്. നമുക്ക് പഠിക്കാനുള്ളത് എന്താണ്, സിമ്പിൾ മൈക്രോസ്കോപ്പ് പഠിക്കാനുണ്ട്, അതേപോലെ തന്നെ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് പഠിക്കാനുണ്ട്, അതേപോലെ തന്നെ എന്താണ് റിഫ്രാക്റ്റിംഗ് ടെലസ്കോപ്പ് നമുക്ക് പഠിക്കാനുണ്ട് ഇല്ലേ? അപ്പം ഇതിനകത്ത് പിന്നെ കസഗ്രീനുണ്ട്. ഇതിനകത്ത് ഈ സിമ്പിൾ മൈക്രോസ്കോപ്പ് നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചാൽ അതിന്റെ കൺസെപ്റ്റ് തന്നെയായിരിക്കും കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിൽ വരുന്നത്. റിലേറ്റ് ചെയ്ത് പഠിക്കാം. അതിന്റെ ഒരു ചെറിയ വേരിയേഷൻ വെച്ചിട്ടായിരിക്കും എവിടെ വരുന്നത്, റിഫ്രാക്റ്റിംഗ് ടെലസ്കോപ്പിനകത്ത് വരുന്നത്. ഓക്കെ, അപ്പം സിമ്പിൾ മൈക്രോസ്കോപ്പ് കൃത്യമായിട്ട് മനസ്സിലാക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ലക്ഷ്യം വെക്കേണ്ടത്. അത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയോ, ഉറപ്പായിട്ട് മറ്റേ രണ്ടെണ്ണം സിമ്പിൾ ആയിട്ട് ഒന്ന് പോക്കറ്റിൽ കയറിക്കോളും. ഓക്കെ ആണല്ലോ? അപ്പം ഈ സാധനം കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഈ ഭാഗത്തുനിന്ന് ക്വസ്റ്റ്യൻ ഉണ്ട്, ഒരു 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഈ ഭാഗത്തുനിന്നുണ്ട്. അത് ചിലപ്പോൾ 2, 3 ആയിരിക്കാം, ചിലപ്പോൾ 4, 1 ആയിരിക്കാം, എങ്ങനെ വേണേ. ചിലപ്പോൾ 5 മാർക്കിന്റെ ഡയറക്റ്റ് ആയിരിക്കാം. പക്ഷെ 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഡയറക്റ്റ് ആയിട്ട് ഇപ്പൊ ഈ കഴിഞ്ഞ വർഷം മുതലുള്ള ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിക്കുന്നില്ല CBSEക്കും ICSEക്കും. കാരണം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം എല്ലാം സ്പ്ലിറ്റ് ചെയ്താ ചോദിക്കുന്നത്. ഒന്നെങ്കിൽ 2, 2, 1,
അല്ലെങ്കിൽ 4 മാർക്കിന്റെ പോലും ചോദിക്കാറില്ല, 3, 2 അങ്ങനെയൊക്കെ ആയിരിക്കും ചോദിക്കുന്നുണ്ടാവുക. അതും 3 മാർക്കിന്റെ തന്നെ ആണെങ്കിലും 3 മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ ആണെങ്കിലും അത് 3 ആയിട്ടായിരിക്കും ചോദിക്കുന്നത്. ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ട് അതിന്റെ ബാക്കി അങ്ങനെ. കാരണം മാർക്ക് കിട്ടാൻ വേണ്ടി, മാർക്ക് ഒരിക്കലും ഇപ്പൊ അതിനകത്തെ 3 മാർക്കിന്റെ ഒരു ഒറ്റ ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അത് അറ്റൻഡ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് എന്താ 3 മാർക്കും പോയി. അങ്ങനെ പോകാതിരിക്കാൻ വേണ്ടി ഇപ്പം കേരള 12th എക്സാം നടത്തുന്ന പോലെ തന്നെയാണ് ക്വസ്റ്റ്യൻ പേപ്പർ CBSE ICSE പ്രിപ്പയർ ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് പ്രശ്നമില്ല. അപ്പം എന്തായാലും ഈ ഭാഗം നിങ്ങൾ ക്ലിയർ ആയിട്ട് പഠിച്ചിരിക്കണം. അപ്പൊ ഞാൻ സിമ്പിൾ മൈക്രോസ്കോപ്പ് നല്ല വൃത്തിക്ക് പറഞ്ഞു തരിക എന്നുള്ളതാണ് ഇന്നത്തെ എന്റെ ലക്ഷ്യം. അതിനു മുമ്പ് പഠിക്കേണ്ടുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, അതുകൂടെ പഠിപ്പിച്ചു തരാം. ഓക്കെ, അപ്പം ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെന്റ്സ് എന്ന് ഹെഡിങ് എഴുതി. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, തമാശയായിട്ട് കാണരുത്. ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെന്റ്സ് ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെന്റ്സ് എന്ന് പറഞ്ഞാൽ ഏറ്റവും നമുക്ക് സിമ്പിൾ ആയിട്ട് പറയാൻ പറ്റുന്ന ഒരു ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെന്റ് ആണ് നമ്മുടെ കണ്ണ്. ഒരു ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെന്റ് ആണ് നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും. കാരണം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ കണ്ണിന് ഒരു സൂം ഇൻ സൂം ഔട്ട് എഫക്ട് കിട്ടും. നിങ്ങൾ വിരൽ ഇങ്ങനെ ഫ്രണ്ടിലോട്ട് വെച്ചിട്ട് നിങ്ങൾ വിരലിന്റെ ബാക്ക്ഗ്രൗണ്ടിലോട്ട് നോക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ വിരൽ ബ്ലർ ആവും. എന്നാൽ നിങ്ങളുടെ വിരലിലോട്ട് നോക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് ബ്ലർ ആവും. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ നമുക്ക് ക്യാമറയ്ക്കകത്ത് പോർട്രേറ്റ് വീഡിയോയ്ക്കകത്തൊക്കെ അങ്ങനെയല്ലേ, പോർട്രേറ്റ് ഫോട്ടോ ഒക്കെ എടുക്കുന്ന സമയത്ത് അങ്ങനെയല്ലേ കിട്ടുന്നത്. ആ ഒബ്ജക്റ്റ് മാത്രം ഫോക്കസ് ചെയ്ത് ബാക്ക്ഗ്രൗണ്ട് ബ്ലർ ആവും. ശരിക്കും ഐ ഒരു ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെന്റ് തന്നെയാണ്. പിന്നെ നമുക്ക് ബൈനോക്കുലർ, അതൊരു ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെന്റ് ആണ്. അതേപോലെ തന്നെ മിറർ ഒരു ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെന്റ് ആണ്. കെലഡോസ്കോപ്പ് ഒരു ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെന്റ് ആണ്. സിമ്പിൾ മൈക്രോസ്കോപ്പ്, കോമൺ മൈക്രോസ്കോപ്പ്, ടെലസ്കോപ്പ്, കാസഗ്രൈൻ, റിഫ്ലക്റ്റിംഗ്, റിഫ്രാക്റ്റിംഗ്, ഇതെല്ലാം എന്താണ് ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെന്റ്സിന്റെ ഗണത്തിൽ പെടുന്നതാണ്. ഓക്കെ ആണല്ലോ. അതിൽ നമുക്ക് പഠിക്കാനുള്ളത് സിമ്പിളും കോമ്പൗണ്ടും എന്താണ് റിഫ്രാക്റ്റിംഗും കാസഗ്രൈനും മാത്രമേ ഉള്ളൂ. അതിൽ ഡെറിവേഷൻ പഠിക്കാനുള്ളത് ആദ്യത്തെ 3 എണ്ണത്തിന്റെയാണ്. ഓക്കെ ആണല്ലോ. അത് പഠിക്കുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം, എന്താണ് ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെന്റ്സ് എന്ന ഹെഡിങ് എഴുതിയിട്ട് സബ് ഹെഡിങ് ആയിട്ട്, അത് ഞാൻ മറ്റേതൊന്നും എഴുതുന്നില്ല കേട്ടോ, അതൊക്കെയാണെന്നുള്ള കാര്യമൊന്നും എഴുതുന്നില്ല. നമ്മൾ സബ് ഹെഡിങ് ആയിട്ട് ലീസ്റ്റ് ഡിസ്റ്റൻസ് ഓഫ് ഡിസ്റ്റിങ് ഡിവിഷൻ, ലീസ്റ്റ് ഡിസ്റ്റൻസ് ഓഫ് ഡിസ്റ്റിങ് ഡിവിഷൻ, ലീസ്റ്റ് ഡിസ്റ്റൻസ് ഓഫ് ഡിസ്റ്റിങ് ഡിവിഷൻ. ഓക്കെ, ഈ ലീസ്റ്റ് ഡിസ്റ്റൻസ് ഓഫ് ഡിസ്റ്റിങ് ഡിവിഷൻ എന്ന് പറഞ്ഞാൽ എന്താ അറിയോ, കണ്ണിന് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്ന ഏറ്റവും അടുത്ത ദൂരത്തെയാണ് നമ്മൾ ലീസ്റ്റ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ എന്താണെന്ന് അറിയാമോ, നിങ്ങൾ ഇപ്പം ഒരു ബുക്ക് എടുത്ത് നിങ്ങളുടെ ഫ്രണ്ടിലോട്ട് വെച്ചിട്ട് നിങ്ങൾ അത് വായിക്കുമ്പോൾ, ആ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ബുക്ക് ഇങ്ങനെ നിങ്ങളുടെ കണ്ണിന് അടുത്തേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ, ഒരു പർട്ടിക്കുലർ ഡിസ്റ്റൻസ് അടുത്തേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ കണ്ണിന് തന്നെ ഈ ഭാഗത്തായിട്ട് ഒരു സ്ട്രെയിൻ ഉണ്ടാവും. മാത്രമല്ല ആ അക്ഷരങ്ങളൊന്നും നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റില്ല, എല്ലാം ബ്ലേഡ് ആവും. അതിലുപരിയായിട്ട് നിങ്ങൾക്ക് കണ്ണ് വേദന എടുക്കും. അപ്പം നിങ്ങൾക്ക് എപ്പോഴും കണ്ണിന് വേദന എടുത്തിട്ട് ആ സാധനം കാണാനാണോ ഇഷ്ടം, അതോ നോർമൽ ആയിട്ടിരിക്കും? അപ്പൊ കണ്ണിന് വേദന എടുക്കുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവും അല്ലേ. അപ്പം കണ്ണിന് കാണാൻ പറ്റുന്ന ഒരു മിനിമം ഡിസ്റ്റൻസ് ഉണ്ട്, അതിനെയാണ് ലീസ്റ്റ് ഡിസ്റ്റൻസ് ഓഫ് ഡിസ്റ്റിങ് വിഷൻ എന്ന് പറയുന്നത്. അത് നോർമലായിട്ട് 25 സെന്റിമീറ്റർ ആണ്. നിങ്ങൾ ഇവിടെ 10ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടാവും അല്ലേ. അപ്പം അത് എഴുതാം. അത് നമുക്ക് എന്താണെന്ന് എഴുതാം, ദ മിനിമം ഡിസ്റ്റൻസ് ഫ്രം the eye at which the eye can see an object clearly and distinctly without strain. The minimum distance from the eye at which an eye can see an object clearly and distinctly without strain എന്ന് പറയുന്നതാണ് എന്താണ് distance for a normal eye. It is 25 centimeter. ഇതാണ് നമ്മുടെ ആദ്യത്തെ ടോപ്പിക്. ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെന്റ് അത് മനസ്സിലാക്കിയിരിക്കേണ്ട ബേസിക് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണ് ഇത്, ലീസ്റ്റ് ഡിസ്റ്റൻസ് ഓഫ് ഡിസ്റ്റിങ് വിഷൻ. ഇനി അടുത്തത് പവർ ഓഫ് അക്കോമഡേഷൻ ഓഫ് ഐ. പവർ ഓഫ് accommodation of eye. പവർ ഓഫ് അക്കോമഡേഷൻ ഓഫ് ഐക്കകത്ത് പറയണമെന്നറിയോ, അത് കണ്ണിന്റെ സീലിയറി മസിൽസിന്റെ സഹായത്തോടുകൂടി കണ്ണിന്റെ ലെൻസിന് അതിന്റെ കർവേച്ചർ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതിന്റെ
എന്താണ് അല്ലെങ്കിൽ അങ്ങനെ ഒരു കൺസെപ്റ്റ് വരുന്നത് കൊണ്ട് തന്നെ കണ്ണിന് ദൂരെയുള്ള ഒബ്ജക്റ്റിനെയും അടുത്തുള്ള ഒബ്ജക്റ്റിനെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അങ്ങനെ നമുക്ക് നമ്മുടെ സൗകര്യാർത്ഥം നമുക്ക് കാണാൻ പറ്റും എന്നുള്ളതാണ്. അതായത് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾ ഇപ്പൊ നിങ്ങളുടെ വീടിന്റെ വെളിയിലോട്ട് ഇറങ്ങി, എന്നിട്ട് നിങ്ങളുടെ വീടിന്റെ നിങ്ങളുടെ 2 നില വീടാന്ന് കരുതുക. നിങ്ങൾ ഒന്നാമത്തെ നിലയുടെ ഒരു ഓട് അല്ലെങ്കിൽ അതിന്റെ ഒരു പാരപ്പറ്റ് കാണുമല്ലോ, ആ പാരപ്പറ്റിലോട്ട് ഇങ്ങനെ നോക്കി നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട്. രണ്ടാമത്തെ നിലയുടെ പാരപ്പറ്റിലോട്ട് നോക്കി, അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണുന്നുണ്ട്. നിങ്ങളുടെ വീടിരിക്കുന്ന പറമ്പിൽ നിങ്ങൾക്ക് ഒരു തെങ്ങുണ്ട്, ആ തെങ്ങിന്റെ മുകളിൽ തേങ്ങ നോക്കി അതും കാണാൻ പറ്റുന്നുണ്ട്. അതിന്റെ മണ്ടയ്ക്കൂടെ ഒരു കാക്ക പറന്നുപോയി, അതിനെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതിന്റെ മുകളിൽ കൂടെ ഒരു പരുന്ത് പറന്നുപോയി, അതിനെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പം അതിന്റെ മണ്ടയ്ക്കൂടെ ഒരു ഹെലികോപ്റ്റർ പറന്നുപോയി, അതിനെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതിന്റെ മണ്ടയ്ക്കൂടെ അപ്പോൾ ഒരു എയറോപ്ലെയിൻ പറന്നുപോയി, അതിനെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇനി അതിന്റെ മുകളിൽ ഇപ്പൊ വൈകുന്നേരം ആയപ്പോൾ നിങ്ങൾക്ക് സ്റ്റാർസിനെ കാണാൻ പറ്റുന്നുണ്ട്. ഇനി അതിന്റെയും ഒക്കെ മുകളിൽ ആകാശം, അത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഏറ്റവും ദൂരത്തെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇൻഫിനിറ്റി ആണെന്ന് പറയും. നോർമൽ ആയിട്ട് കാര്യമാണ് പറയുന്നത്. ഇപ്പൊ എന്നെ സംബന്ധിച്ച് ഞാൻ കണ്ണാടി വെച്ചിട്ടില്ല, പക്ഷെ എനിക്ക് കണ്ണാടി ഉണ്ട്. ഈ കണ്ണാടിയുടെ ഒരു സ്പെക് എന്താണ് ഇതെന്ന് പറയുന്നത്, എന്താ കണ്ണാടി എന്ന് പറയാം, നമ്മൾ മലയാളത്തിൽ പറയാം കണ്ണാടി. ഓക്കെ, അപ്പം കണ്ണാടിയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ ഷോർട്ട് സൈറ്റഡ് ആണ്. എൻ്റെ കണ്ണിന് ഷോർട്ട് സൈറ്റ് ആണ് എൻ്റെ കണ്ണിന്റെ ഡിഫക്റ്റ്. ഷോർട്ട് സൈറ്റ് എന്ന് പറയുമ്പോൾ അടുത്തുള്ളത് ക്ലിയർ ആയിട്ട് കാണാം, ദൂരെയുള്ളത് കാണത്തില്ല. അപ്പം ദൂരെയുള്ളത് കാണത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഫാർ പോയിന്റ്, അതായത് ഇൻഫിനിറ്റി ആയിരുന്നു നോർമലായിട്ട് ഫാർ പോയിന്റ്. പക്ഷെ എനിക്കിപ്പം ഒരു കണ്ണാടി ഇല്ലാതെ ആകാശത്തോടെ ഒരു ഹെലികോപ്റ്റർ പറന്നു പോയാൽ അല്ലെങ്കിൽ ഒരു വിമാനം പറന്നു പോയാൽ എനിക്കത് കാണാൻ പറ്റത്തില്ല, എനിക്ക് ഭയങ്കര ബ്ലേഡ് ആയിരിക്കും. ആകാശം പോട്ടെ, എൻ്റെ നിയർ പോയിന്റ്, എൻ്റെ ഫാർ പോയിന്റ് എന്ന് പറയുമ്പോൾ എത്ര അറിയോ, എനിക്കൊരു 3 മീറ്ററിന് അപ്പുറത്തോട്ടുള്ള സാധനങ്ങൾ ക്ലിയർ ആയിട്ട് കാണത്തില്ല, കാണാം ബ്ലേഡ് ആയിരിക്കും. അതായത് ലെറ്റേഴ്സ് ഒന്നും വായിക്കാൻ പറ്റില്ല, ആളെയൊക്കെ കാണാൻ പറ്റും. അപ്പം അറിയാലോ, അപ്പൊ ആ ഡിസ്റ്റൻസ്, ഇൻഫിനിറ്റിയിലേക്ക് ഡിസ്റ്റൻസ് ഒക്കെ എനിക്ക് ഭയങ്കര ബ്ലേഡ് ആയിട്ടായിരിക്കും കാണുന്നത്. അപ്പം നോർമൽ ഐയുടെ ഒരു ഫാർ പോയിന്റ് എന്ന് പറയുന്നത് ഇൻഫിനിറ്റിയും നിയർ പോയിന്റ് എന്ന് പറയുന്നത് 25 സെന്റിമീറ്റർ ആണ്. ഇതിനിടയ്ക്കാണ് റേഞ്ച് ഓഫ് വിഷൻ എന്ന് പറയുന്നത് നോർമൽ ഐയുടെ. ഇതെങ്ങനെ നമുക്ക് എന്താണ് നമുക്ക് അടുത്തുള്ളതിനെ കാണാം. ഇപ്പൊ നിങ്ങൾ പറയുന്ന സമയത്ത്, ഞാൻ നിങ്ങളോട് ഈ എക്സാമ്പിൾ പറയുന്ന സമയത്ത് നിങ്ങൾ ഓട്ടോമാറ്റിക്കലി വീടിന് വെളിയിൽ ഇറങ്ങിയിട്ട് നിങ്ങൾ ഇങ്ങനെയൊക്കെ ചിന്തിച്ചു കാണും. അപ്പൊ അങ്ങനെ ചിന്തിക്കുന്ന സമയത്ത് ഞാൻ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ നിങ്ങൾ അതേലോട്ടൊക്കെ നോക്കുക. അപ്പൊ നിങ്ങളുടെ ഫോക്കൽ ലെങ്ത് അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യുക. അപ്പൊ ഇതിനെയാണ് നമ്മൾ പവർ ഓഫ് അക്കോമഡേഷൻ ഓഫ് ഐ എന്ന് പറയുന്നത്. അതായത് കണ്ണിന്റെ ലെൻസിന് സീലിയറി മസിൽസിന്റെ സഹായത്തോടു കൂടി കണ്ണിന്റെ ഫോക്കൽ ലെങ്തിനെ അഡ്ജസ്റ്റ് ചെയ്ത് അടുത്തുള്ളതും ദൂരെയുള്ളതുമായിട്ടൊക്കെ ഉള്ള ഒബ്ജക്റ്റിനെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്ന കണ്ണിന്റെ കഴിവിനെയാണ് പവർ ഓഫ് അക്കോമഡേഷൻ ഓഫ് ഐ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? അപ്പം അത് എഴുതാം. ഇറ്റ് ഈസ് ദ എബിലിറ്റി ഓഫ് ഐ ലെൻസ്. It is the ability of eye lens to adjust its focal length to see nearby objects and far away object. അതേപോലെ തന്നെയാണ് നമുക്കിപ്പം ലെൻസ്, ഇപ്പൊ ടെലസ്കോപ്പ് വെച്ചിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത്, ടെലസ്കോപ്പ് വെച്ചിട്ട് ദൂരെയുള്ള ഓക്കെ, ദൂരെയുള്ള ഒബ്ജക്റ്റുകളെയും അല്ലെങ്കിൽ നമുക്കിപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ പല ഡിസ്റ്റൻസിൽ ഇരിക്കുന്ന ഒബ്ജക്റ്റുകളെ നമുക്ക് കാണണമെന്നുണ്ടെങ്കിൽ, നമ്മളിപ്പോൾ ടെലസ്കോപ്പ് വെച്ചിട്ട് കാണുന്നുണ്ടെങ്കിൽ നമ്മൾ അതിന്റെ നോബുകൾ തിരിച്ചാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, നമ്മൾ അതിനെ ഫോക്കസ് ചെയ്യുന്നത്. അപ്പം ഇപ്പൊ ഒരു സ്റ്റാർ ഇരിക്കുന്ന ആ ദൂരത്തിലായിരിക്കത്തില്ല മറ്റേ സ്റ്റാർ ഇരിക്കുന്നത്, അത് കുറച്ചുകൂടെ അടുത്തായിരിക്കും. അപ്പം ഇതെങ്ങനെയാണ് സംഭവിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ പവർ ഓഫ് അക്കോമഡേഷൻ എന്താ, നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തില്ല, അതിന്റെ ഫോക്കൽ ലെങ്ത് അഡ്ജസ്റ്റ് ചെയ്യുക, അത് നോബിലാണ്. കണ്ണിനകത്ത് അത് നടത്തുന്നത് സീലിയറി മസിൽസിന്റെ സഹായത്തോടു കൂടിയാണ്. ലെൻസ് ഞാൻ നിങ്ങളോട് പറഞ്ഞായിരുന്നു, ലെൻസ് ഫ്ലാറ്റ് ആയിട്ടിരിക്കുന്ന സമയത്ത് ഡീവിയേഷൻ വളരെ കുറവായിരിക്കും, കണ്ടോ? അപ്പൊ ഫോക്കൽ ലെങ്ത് വളരെ കൂടുതലായിരിക്കും. എന്നാൽ ലെൻസ് നല്ല കർവേച്ചർ കൂടി ഇങ്ങനെ അതായത് ഉരുണ്ടിരിക്കുന്ന സമയത്ത് എന്താണ്, നല്ല രീതിയിൽ ബെൻഡ് ചെയ്യും, അപ്പൊ ഫോക്കസ് ഇവിടെ ആയിരിക്കും, അപ്പൊ ഫോക്കൽ ലെങ്ത് ഇത്രയും ആയിരിക്കും. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത്, പവർ കൂടുതലാണെങ്കിൽ നല്ല ഡീവിയേഷൻ ആയിരിക്കും, ഫോക്കൽ ലെങ്ത് കുറവായിരിക്കും. പവർ കുറവാണെങ്കിൽ ഡീവിയേഷൻ കുറവായിരിക്കും, ഫോക്കൽ ലെങ്ത് കൂടുതലായിരിക്കും. ഇങ്ങനെയാണെങ്കിൽ
നമുക്ക് ഇതുപോലെയാണ്. അതായത് എനിക്കിപ്പം ദൂരെയുള്ള ഒബ്ജക്റ്റിനെ കാണണം. ദൂരെയുള്ള ഒബ്ജക്റ്റിനെ കാണണമെങ്കിൽ ഫോക്കൽ ലെങ്ത് ദൂരെ ആയിരിക്കണം. അപ്പം എന്ത് ചെയ്യണം? എൻ്റെ സീലിയറി മസിൽസ് എൻ്റെ ലെൻസിനെ ഫ്ലാറ്റ് ആക്കി പിടിക്കണം. അത് റിലാക്സ് ചെയ്തിരുന്നാൽ മതി, അത് ഫ്ലാറ്റ് ആയിരിക്കും. ഇനിയും എനിക്ക് തൊട്ടടുത്തുള്ള ഒരു ഒബ്ജക്റ്റിനെ കാണണം. അപ്പൊ എന്ത് ചെയ്യണം? എൻ്റെ സീലിയറി മസിൽസ് ആ ലെൻസിനെ ഇങ്ങനെ അമർത്തണം. അമർത്തുന്ന സമയത്ത് അത് കർവേച്ചർ ഇങ്ങനെ കൂടും. ഇപ്പൊ നമ്മള് ഇപ്പൊ ഒരു ബുക്ക് എടുത്തിട്ട് നിങ്ങൾ ഇങ്ങനെ ഒരു ബുക്ക് എടുത്തിട്ട് നോക്കിയോ. ഈ ബുക്ക് എടുത്തിട്ട് നിങ്ങൾ ഇങ്ങനെ പിടിച്ചിരിക്കുകയാണെങ്കിൽ ഇപ്പൊ ഇത് ഫ്ലാറ്റ് ലെൻസാണ്. ഞാൻ ഇവിടുന്ന് ഇങ്ങനെ പ്രസ് ചെയ്യുവാണെങ്കിൽ കണ്ടോ, ഇവിടുന്ന് ഇവിടെ ഇങ്ങനെ പ്രസ് ചെയ്യുവാണെങ്കിൽ, മുകളിൽ താഴെ പ്രസ് ചെയ്യുവാണെങ്കിൽ എന്ത് സംഭവിക്കും? അവിടെ കർവേച്ചർ കൂടുന്നുണ്ടാവും. അപ്പൊ ആ കർവേച്ചർ കൂടുന്നുള്ളതുകൊണ്ട് അടുത്തുള്ള ഒബ്ജക്റ്റിനെ കാണുന്ന രീതിയിൽ കണ്ണിന്റെ ഫോക്കൽ ലെങ്ത് അഡ്ജസ്റ്റ് ആകും എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ ആണല്ലോ? ഇത് വരയ്ക്കൊന്നും വേണ്ട കേട്ടോ, ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. ഇനി വേറൊരു കാര്യം കൂടെ മനസ്സിലാക്കിക്കോണം. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ആംഗിൾ ഓഫ് വിഷൻ എന്ന് പറയുന്ന ഒരു കാര്യം മനസ്സിലാക്കിക്കോണം. ആംഗിൾ ഓഫ് വിഷൻ. ആംഗിൾ ഓഫ് വിഷൻ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, ആംഗിൾ മെയ്ഡ് ബൈ എനി ഒബ്ജക്റ്റ്. ആംഗിൾ മെയ്ഡ് ബൈ എനി ഒബ്ജക്റ്റ് on our eye is known as angle of vision. അതും സിമ്പിൾ ആയിട്ട് പറഞ്ഞു തരാം. ഇപ്പം എൻ്റെ ലെൻസ് വരയ്ക്കുവാണെങ്കിൽ, എൻ്റെ കണ്ണ് ഞാൻ ഒരു റഫായിട്ട് വരയ്ക്കുവാണെങ്കിൽ, ഇപ്പൊ നമുക്ക് കണ്ണ് നമ്മൾ 10ാം ക്ലാസ്സിലൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ഐ നമുക്ക് വരയ്ക്കാനുണ്ടായിരുന്നു. ഇതായിരുന്നു നമ്മുടെ എന്താണ് കണ്ണിന്റെ ഏകദേശം ഒരു ഷേപ്പ് ചെയ്ത് ഒപ്റ്റിക് നെർവ് ഇങ്ങനെ പോകുന്നു. ഓക്കെ, ഇവിടെയായിരുന്നു നമ്മുടെ ലെൻസ്. ഓക്കെ, അപ്പം ഇവിടെയായിരുന്നു നമ്മുടെ റെറ്റിന. അപ്പം ഉദാഹരണം പറയാം, ഒരു ഒബ്ജക്റ്റ്, ഇതിന്റെ പ്രിൻസിപ്പൽ ആക്സിസ് ജസ്റ്റ് ചുമ്മാ ഇങ്ങനെ വരയ്ക്കുകയാണ്, നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ്. ഇത് ഇതിന്റെ പ്രിൻസിപ്പൽ ആക്സിസ് ആണെന്ന് വിചാരിക്കുക. ലെൻസ് വരയ്ക്കുമ്പോൾ അതിന്റെ പ്രിൻസിപ്പൽ ആക്സിസ് നമ്മൾ കൺസിഡർ ചെയ്യണമല്ലോ. ഒരു ഒബ്ജക്റ്റ് ഇവിടെ നിൽക്കുകയാണ്. ഓക്കെ, അപ്പം ഈ ഒബ്ജക്റ്റ് കണ്ണുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ എന്ന് പറയുന്നത് ഇതായിരിക്കും. ഓക്കെ, ഇതാണ് നമ്മുടെ ആൽഫ എന്ന് വിളിക്കാം. ഓക്കെ, ആൽഫ. ഇനി ഈ സെയിം ഒബ്ജക്റ്റ് തന്നെ ഇവിടെ വന്നു എന്ന് വിചാരിക്കുക. സെയിം ഒബ്ജക്റ്റ്, അപ്പോ നമ്മുടെ കണ്ണുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ എന്ന് പറയുന്നത് ഇതായിരിക്കും. ഇതിനെ നമുക്ക് ബീറ്റ എന്ന് വിളിക്കാം. ഓക്കെ, ഇനി ഈ ഒബ്ജക്റ്റ് ഇവിടെ കൺസിഡർ ചെയ്യാം. സെയിം ഇവിടെ കൺസിഡർ ചെയ്യാം. അപ്പോൾ ഇത് കണ്ണുമായിട്ട് മേക്ക് ചെയ്യുന്ന ഈ ആംഗിൾ എന്ന് പറയുന്നത് ഗാമ എന്ന് വല്ലതും വിളിക്കാം. ഓക്കെ, ഗാമ എന്ന് വല്ലതും വിളിക്കാം. അപ്പം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് ആൽഫ, ഇത് ബീറ്റ, ഇത് ഗാമ. ഇതിനകത്ത് ഏത് ആംഗിൾ ആണ് വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗാമ ആയിരിക്കും വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒബ്ജക്റ്റ് വലുതായിട്ട് തോന്നും. പക്ഷേ ഒബ്ജക്റ്റിന്റെ ഹൈറ്റ് പല ഡിസ്റ്റൻസ്, ഇപ്പം സിമ്പിൾ ആയിട്ടൊരു കാര്യം പറയുകയാണെങ്കിൽ, ആകാശത്തൂടെ ഒരു എയറോപ്ലെയിൻ പോവാണ്. അപ്പൊ എയറോപ്ലെയിൻ ഒരു ഉറുമ്പ് നിൽക്കുന്ന പോലെ കാണത്തില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ എയറോപ്ലെയിൻ നമ്മുടെ കണ്ണുമായിട്ട് മേക്ക് ചെയ്യുന്ന ആ ആംഗിൾ ഓഫ് വിഷൻ എന്ന് പറഞ്ഞാൽ വളരെ ചെറുതായിരിക്കും. എന്നാൽ അതാണോ നിങ്ങൾ എയർപോർട്ടിൽ പോയി കഴിഞ്ഞിട്ട് ആ എയറോപ്ലെയിൻ കണ്ടു കഴിഞ്ഞാൽ, ആ എയർപോർട്ടിൽ പോകുമ്പം നിങ്ങൾ കാണുന്ന വിമാനം നിങ്ങളുടെ കണ്ണിൽ ഉണ്ടാക്കുന്ന ആംഗിൾ എന്ന് പറയുന്നത് വളരെ വലുതായതുകൊണ്ടാണ് അതിന്റെ സൈസ് വലുതായിട്ട് കാണുന്നത്. ഈ സെയിം സൈസുള്ള ഈ സാധനമാണ് മുകളിൽ കൂടെ പോകുമ്പോൾ നമുക്ക് ഉറുമ്പ് പോകുന്ന പോലെ കാണുന്നത്. അത് എന്തുകൊണ്ടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ സൈസ് അവിടെ ചെല്ലുമ്പോൾ ചെറുതാണെന്നില്ലല്ലോ. അത് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആംഗിൾ ഓഫ് വിഷൻ വേരിയേഷൻ വരുന്നതുകൊണ്ടാണ്. അത് മനസ്സിലാക്കണം. ആംഗിൾ ഓഫ് വിഷൻ, അതായത് ഒരു ഒബ്ജക്റ്റ് നമ്മുടെ കണ്ണുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിളിനെയാണ് ആംഗിൾ ഓഫ് വിഷൻ എന്ന് പറയുന്നത്. ഇത് മനസ്സിലാക്കിയാൽ മാത്രമേ ഇനി അങ്ങോട്ടേക്ക് പോകുമ്പോൾ കുറെ കാര്യങ്ങൾ നിങ്ങൾക്ക് ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെന്റ്സിനകത്ത് കുറെ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ട ഒറ്റ കാര്യമേ ഉള്ളൂ, ഒരു ഒബ്ജക്റ്റ് അടുത്ത് നിൽക്കുന്ന സമയത്ത് ആ ഒബ്ജക്റ്റ് നമ്മുടെ കണ്ണുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിള് വലുതായിരിക്കും. അപ്പൊ നമുക്ക് ആ ഒബ്ജക്റ്റ് വലുതായിട്ട് തോന്നും. എന്നാൽ ഇതേ സെയിം ഒബ്ജക്റ്റ് ദൂരോട്ട് പോകുമ്പോഴത്തേക്കും അത് വളരെ ചെറുതായിട്ട് തോന്നും. അത് നമ്മുടെ കണ്ണുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ വളരെ ചെറുതായതുകൊണ്ടാണ് നമുക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒറ്റ കാര്യമേ ഉള്ളൂ, ആംഗിൾ ഓഫ് വിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒബ്ജക്റ്റ് നമ്മുടെ കണ്ണുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിളിനെയാണ് ആംഗിൾ ഓഫ് വിഷൻ എന്ന് പറയുന്നത്. ഇത് ജസ്റ്റ് ഒന്ന് നിങ്ങൾ വരയ്ക്കുമ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒരു ലെൻസ് ഇങ്ങനെ വരച്ചിട്ട് പല ഡിസ്റ്റൻസിൽ ഇങ്ങനെ വരച്ചിട്ടാലും ഒരു പ്രശ്നമില്ല. ഇത് ഐ ലെൻസ് ആണെന്നുള്ള കാര്യം ജസ്റ്റ് മാർക്ക് ചെയ്താൽ ഇങ്ങനെ കണ്ണൊന്നും വരയ്ക്കണമെന്ന് ഒരു നിർബന്ധമില്ല. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഗാമ ഗ്രേറ്റർ ദാൻ ബീറ്റ ഗ്രേറ്റർ ദാൻ ആൽഫ ആയിരിക്കും.
അങ്ങനെയാണ് നമുക്ക് സിമ്പിൾ മൈക്രോസ്കോപ്പിന്റെ കേസിലോട്ട് കയറാം. സിമ്പിൾ മൈക്രോസ്കോപ്പിന്റെ ഒരു കൺസെപ്റ്റ് ഞാൻ പറഞ്ഞുതരാം, മറ്റേത് അടുത്ത ദിവസം പറയാം. ഓക്കെ. അപ്പോൾ ഹെഡിങ് എഴുതിക്കോ സിമ്പിൾ മൈക്രോസ്കോപ്പ്. ഹെഡിങ് എഴുതിക്കോ സിമ്പിൾ മൈക്രോസ്കോപ്പ്. സിമ്പിൾ മൈക്രോസ്കോപ്പ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, നിങ്ങൾ ഹാൻഡ് ലെൻസ് ഇല്ലേ, ആ ഹാൻഡ് ലെൻസിനെ സിമ്പിൾ മൈക്രോസ്കോപ്പ് ആയിട്ട് കൺസിഡർ ചെയ്യാം. ലാബിലുള്ളതും സിമ്പിൾ മൈക്രോസ്കോപ്പ്, അത് ശരിക്കും നിങ്ങൾ ആ ലെൻസ് അതിനകത്ത് ആ ഡിവൈസിനകത്ത് ഫോക്കസ് ചെയ്യാൻ പാകും. നമുക്കിപ്പം ഹാൻഡ് ലെൻസ് വെച്ചിട്ട് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഫോക്കസ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുണ്ടല്ലോ. അപ്പൊ അത് മെഷീൻ വെച്ചിട്ട് നമ്മളത് ഇത് ചെയ്യുന്നതേ ഉള്ളൂ. ഹാൻഡ് ലെൻസ് ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കുന്ന ആ കൺസെപ്റ്റ് സിമ്പിൾ മൈക്രോസ്കോപ്പ് ആണെന്നുള്ള കാര്യം ആലോചിക്കുക. ഓക്കെ. അപ്പം ആദ്യം മനസ്സിലാക്കേണ്ടത് ഈ സിമ്പിൾ മൈക്രോസ്കോപ്പിന്റെ ഗുണം എന്താ. സിമ്പിൾ മൈക്രോസ്കോപ്പിന്റെ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ ഒബ്ജക്റ്റുകളെ വലുതാക്കി കാണാം. ഇപ്പം ഈ കൈ നോട്ടക്കാർ നോക്കുന്നത് സിമ്പിൾ മൈക്രോസ്കോപ്പ് വെച്ചിട്ടാണ്. ശരിക്കും ഹാൻഡ് ലെൻസ് ഒരു സിമ്പിൾ മൈക്രോസ്കോപ്പാണ്. അപ്പം അവര് നമ്മുടെ കയ്യിലെ വരകൾ വലുതായിട്ട് കാണാൻ വേണ്ടിയാണ് അത് ഉപയോഗിക്കുന്നത്. അപ്പം ഒരു ഒബ്ജക്റ്റ് മാഗ്നിഫൈഡ് ആയിട്ട് കാണാൻ വേണ്ടിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പൊ സിമ്പിൾ മൈക്രോസ്കോപ്പിന്റെ ധർമ്മം എന്താ, ഒബ്ജക്റ്റിനെ മാഗ്നിഫൈ ചെയ്യുക. സിമ്പിൾ മൈക്രോസ്കോപ്പ് എന്ന് പറയുമ്പോൾ ഒരു കോൺവെക്സ് ലെൻസ് ആയിരിക്കുമല്ലോ. കോൺവെക്സ് ലെൻസിന്റെ റേ ഡയഗ്രാം പഠിപ്പിച്ചെടുത്ത് 10ാം ക്ലാസ്സിൽ പഠിപ്പിച്ച സമയത്ത് ഏതിനൊക്കെയാണ് മാഗ്നിഫൈഡ് ഇമേജ് വന്നിട്ടുള്ളത്, അല്ലെ എൻലാർജ് ഇമേജ് വന്നിട്ടുള്ളത്? രണ്ട് കേസിലാണ്. എൻലാർജ് എന്ന് പറയുമ്പോൾ എൻലാർജ് എന്ന് പറഞ്ഞാൽ മാഗ്നിഫൈഡ് എന്ന് എടുത്തു. ഏതൊക്കെ കേസിലായിരിക്കും വന്നത്? ഒന്ന്, ഒബ്ജക്റ്റ് ഫോക്കസ് ചെയ്ത് വെക്കുമ്പോൾ ഇമേജ് ഇൻഫിനിറ്റിയിലായി കഴിഞ്ഞാൽ ആ ഇമേജ് മാഗ്നിഫൈഡ് ആയിരിക്കും. രണ്ട്, ഒബ്ജക്റ്റ് ബിറ്റ്വീൻ എഫ് ആൻഡ് ഒപ്റ്റിക് സെന്റർ, അത് വെക്കുവാണെങ്കിൽ വെർച്വൽ ഇമേജ് ആയിരിക്കും ഉണ്ടാകുന്നത്. ലെൻസിന്റെ ഉള്ളിൽ കൂടെ നോക്കിയാലേ ഇമേജിനെ കാണാൻ പറ്റുള്ളൂ, സ്ക്രീൻ വെച്ചാൽ കാണാൻ പറ്റത്തില്ല. എന്നാലും ആ ഇമേജ് എന്തായിരിക്കും, മാഗ്നിഫൈഡ് ആയിരിക്കും. അപ്പം ഈ രണ്ട് കേസിലെ കൺസെപ്റ്റ് നമുക്ക് പഠിക്കണം. അതാണ് നമ്മുടെ സിമ്പിൾ മൈക്രോസ്കോപ്പിന്റെ അല്ലെങ്കിൽ ഇത് പഠിക്കുന്നതുകൊണ്ട് ഉള്ള, അല്ലെങ്കിൽ ഇത് പഠിക്കുന്നതിന്റെ ധർമ്മം അതാണ്. എന്താ, നമുക്ക് ഈ സിമ്പിൾ മൈക്രോസ്കോപ്പ് വെച്ചിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്, നമുക്ക് എന്താ ചെയ്യുന്നത്, ഒബ്ജക്റ്റിനെ എന്താ മാഗ്നിഫൈഡ് ആയിട്ട് കിട്ടുന്നു. ആ ഒബ്ജക്റ്റ് മാഗ്നിഫൈഡ് ആയി കിട്ടുന്നെങ്കിൽ നമുക്കറിയാം സിമ്പിൾ മൈക്രോസ്കോപ്പ് ഒരു കോൺവെക്സ് ലെൻസ് ആണ്. കോൺവെക്സ് ലെൻസിൽ മാഗ്നിഫൈഡ് ഇമേജ് കിട്ടുന്നത് രണ്ട് കേസ് മാത്രമേ ഉള്ളൂ. ഒന്ന്, ഒബ്ജക്റ്റ് ഫോക്കസ് വെക്കുമ്പോൾ ഇമേജ് ഇൻഫിനിറ്റി ഫോം ചെയ്യുമ്പോൾ ആ ഉണ്ടാകുന്ന ഇമേജ് മാഗ്നിഫൈഡ് ആയിരിക്കും. രണ്ട്, ഒബ്ജക്റ്റ് ബിറ്റ്വീൻ എഫ് ആൻഡ് പി, എഫ് ആൻഡ് പി അല്ല, എഫ് ആൻഡ് ഒ, ഒപ്റ്റിക് സെന്റർ. ഒപ്റ്റിക് സെന്ററിന്റെ ഇടയിൽ വെക്കുമ്പോഴും എന്താണ്, നമുക്ക് വെർച്വൽ ഇമേജ് ആണ് കിട്ടുന്നത്, പക്ഷെ മാഗ്നിഫൈഡ് ആയിരിക്കും ഇമേജ് കിട്ടുക. കൈനോട്ടക്കാരൊക്കെ നോക്കുന്നത് ആ ഒരു കൺസെപ്റ്റ് വെച്ചിട്ടാണ് കേട്ടോ. അപ്പം ഇതിന്റെ കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് എഴുതാം, എന്നിട്ട് നമുക്ക് അതിന്റെ ഡെറിവേഷനിലേക്ക് കയറാം. അപ്പം ഒരു ഡോട്ട് എഴുതിയോ, ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഗെറ്റ് magnified image of nearby object. രണ്ടാമത്തേത്, a convex lens of short focal length is used as simple microscope. ഓക്കെ. നമുക്കറിയാം ഒരു കോൺവെക്സ് ലെൻസിന്റെ ലീനിയർ മാഗ്നിഫിക്കേഷൻ ഇക്വേഷൻ എന്താ. വേറൊരു കാര്യം കൂടെ പറഞ്ഞുതരാമേ. നമ്മൾ ഏതൊരു ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെന്റ് പഠിക്കുവാണെങ്കിലും നമ്മുടെ അൾട്ടിമേറ്റ് എയിം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ലെൻസിന്റെ അല്ലെങ്കിൽ ആ ഒരു ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെന്റിന്റെ മാഗ്നിഫിക്കേഷൻ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് കേട്ടോ. ഇപ്പൊ സിമ്പിൾ മൈക്രോസ്കോപ്പിനെ പറ്റി പഠിക്കുവാണെങ്കിലും നമുക്ക് ഇവിടെ കണ്ടുപിടിക്കേണ്ടത് അതിന്റെ മാഗ്നിഫിക്കേഷൻ ആണ്. കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് കണ്ടുപിടിക്കുകയാണെങ്കിൽ നമുക്ക് അവിടെ കണ്ടുപിടിക്കുന്നത് മാഗ്നിഫിക്കേഷൻ ആണ്. ടെലസ്കോപ്പ് പഠിക്കുവാണെങ്കിലും അവിടെയും നമുക്ക് കണ്ടുപിടിക്കേണ്ടത് മാഗ്നിഫിക്കേഷൻ ആണ്. ഫൈനലി മാഗ്നിഫിക്കേഷൻ ആണ് നമുക്ക് എല്ലാത്തിന്റെയും കണ്ടുപിടിക്കുന്നത്, അതാണ് അതിന്റെ ഡെറിവേഷൻ. ഓക്കെ. അപ്പം ഇവിടെ നമുക്കറിയാം, ഇവിടുത്തെ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിന്റെ ലീനിയർ മാഗ്നിഫിക്കേഷൻ എന്താ വരിക? ലീനിയർ മാഗ്നിഫിക്കേഷൻ നമ്മൾ പഠിച്ചായിരുന്നു. ലീനിയർ മാഗ്നിഫിക്കേഷൻ കണ്ടുപിടിക്കാൻ ലെൻസ് ആണ്, പ്യുവർലി ഇതൊരു കോൺവെക്സ് ലെൻസ് ആണ്. അപ്പൊ ലീനിയർ മാഗ്നിഫിക്കേഷൻ m ഈക്വൽ ടു ഹൈറ്റ് ഓഫ് ഇമേജ് ഡിവൈഡഡ് ബൈ ഹൈറ്റ് ഓഫ് ഒബ്ജക്റ്റ്. ഇത് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇല്ലേ? ഓക്കെ, അതവിടെ കിടക്കട്ടെ. ഇനിയും നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കോൺവെക്സ് ലെൻസിൽ മാഗ്നിഫൈഡ് ഇമേജ് കിട്ടുന്നത് രണ്ട് കേസിലാണ്. ആ രണ്ട് രീതിയിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ലെൻസ് വെച്ചിട്ട് നമുക്ക് ഒബ്ജക്റ്റിനെ മാഗ്നിഫൈ ചെയ്യാനായിട്ട് പറ്റും. ഒന്നെങ്കിൽ ആ ലെൻസിന്റെ ഫോക്കൽ ലെങ്ത് നമുക്കറിയാം, ആ ഫോക്കസിൽ കൊണ്ടുവെക്കുമ്പോൾ ഇമേജ് മാഗ്നിഫൈഡ് ആയിരിക്കും. പക്ഷെ അവിടെ ഒരു പ്രശ്നമുണ്ട്, എന്താണെന്നറിയോ, അവിടെ ഇൻഫിനിറ്റിയിലായിരിക്കും ഇമേജ് ഉണ്ടാകുന്നത്, ഇച്ചിരി ദൂരെയായിട്ടായിരിക്കും ഇമേജ് ഉണ്ടാകുന്നത് എന്നുള്ളൊരു ഡിസഡ്വാൻറ്റേജ് അവിടെ ഉണ്ട്. എന്നിരുന്നാലും നമുക്കത് ഉപയോഗിക്കാം.
രണ്ടാമത്തേത് ഒബ്ജക്റ്റ് ബിറ്റ്വീൻ എഫ് ആൻഡ് ഒ, ഒപ്റ്റിക് സെന്റർ വെക്കുന്ന സമയത്ത് അതേ സൈഡിൽ തന്നെ എന്തുണ്ടാവും, ഇമേജ് ഉണ്ടാവും. പക്ഷെ വെർച്വൽ ആയിരിക്കും, സ്ക്രീൻ വെച്ചാൽ കാണൂല. പകരം നമ്മൾ ആ ലെൻസിന്റെ ഉള്ളിൽ കൂടെ തന്നെ നോക്കിയാലേ നമുക്കത് കാണാനായിട്ട് സാധിക്കുകയുള്ളൂ. ഓക്കെ ആണല്ലോ, അതാണ് നമ്മൾ. അപ്പം നമുക്ക് നോക്കാം, നോക്കിയോ. ആസ് വി ഇവിടെ എഴുതി, ആസ് വി are using convex lens, we need to get a magnified image of an object. There are two ways to obtain a magnified image of an object with the help of convex lens. അതിൽ ഒന്ന് എന്ന് പറയുന്നത് എന്താണെന്നറിയാമോ? ഒന്ന് ഒബ്ജക്റ്റ് ബിറ്റ്വീൻ ഫോക്കസ് ആൻഡ് ഒപ്റ്റിക് സെന്റർ. രണ്ട് എന്ന് പറയുന്നത് ഒബ്ജക്റ്റ് അറ്റ് ഫോക്കസ്. ഈ രണ്ട് കേസിലും നമുക്ക് കിട്ടുന്ന ഇമേജ് മാഗ്നിഫൈഡ് ആയിരിക്കും. അപ്പൊ ഈ രണ്ട് കേസസ് വെച്ചിട്ടാണ് നമ്മൾ ഇതിന്റെ മാഗ്നിഫിക്കേഷൻ കണ്ടുപിടിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ ആണല്ലോ, ഓക്കെ. അപ്പം ആദ്യത്തെ കേസ് നമുക്ക് എന്താ, ഒബ്ജക്റ്റ് ബിറ്റ്വീൻ എഫ് ആൻഡ് പി എന്ന് വെച്ചിട്ട് അതിന്റെ റേ ഡയഗ്രാം വെച്ചിട്ട് അത് വെച്ചിട്ടുള്ള മാഗ്നിഫിക്കേഷൻ ഒന്ന് കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പം നിങ്ങൾ ഇത്ര എഴുതിയെന്ന് വിശ്വസിക്കുന്നു. അപ്പം നിങ്ങൾ എഴുതുക ഒബ്ജക്റ്റ് ഫസ്റ്റ് കേസ് ഒബ്ജക്റ്റ് ബിറ്റ്വീൻ ഫോക്കസ് ആൻഡ് ഒപ്റ്റിക് സെന്റർ. അപ്പം ഫോക്കസ് ആൻഡ് ഒപ്റ്റിക് സെന്ററിന്റെ റേ ഡയഗ്രാം വരയ്ക്കുമ്പോൾ എങ്ങനെയായിരിക്കും വരയ്ക്കുന്നത്? ഒരു ലെൻസ് ഞാൻ വരച്ചു. അതിന്റെ പ്രിൻസിപ്പൽ ആക്സിസ് നമ്മൾ ആദ്യം വരയ്ക്കുക. അതിന്റെ ഒപ്റ്റിക് സെന്റർ ആദ്യം മാർക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെയും ഒരു ഫോക്കസ് ഇടുക, ഇവിടെയും ഒരു ഫോക്കസ് ഇടുക. കോൺവെക്സ് ആയതുകൊണ്ട് ഈ ഫോക്കസ് ആയിരിക്കും നമ്മൾ എടുക്കുന്നത്. അതേപോലെ തന്നെ അതിന്റെ ഇരട്ടി സെന്റർ ഓഫ് കർവേച്ചർ ഒന്നെങ്കിൽ സി എന്നിടാം, അല്ലെങ്കിൽ 2F എന്നിടാം. ഓക്കെ, ഇനി ഒബ്ജക്റ്റ് നമുക്കറിയാം, ഒബ്ജക്റ്റ് ബിറ്റ്വീൻ എഫ് ആൻഡ് ഒ ആണ്. എഫ് ആൻഡ് ഒ എന്ന് പറയുമ്പോൾ ഒബ്ജക്റ്റ് തന്നെ ഇവിടെ വരും, അല്ലേ? ഓക്കെ ആണല്ലോ, ഒബ്ജക്റ്റ് ഇവിടെ വരും. ഈ ഒബ്ജക്റ്റ് എന്താ, ഇവിടുന്ന് ഒരു ലൈറ്റ് റേ തന്നെ ഇങ്ങനെ പാരലായിട്ട് വന്നു വീണു. ഓക്കെ, ഇതെന്ത് സംഭവിച്ചു? പാരലായിട്ട് വന്നു വീണു. അതെന്ത് ചെയ്തു? അത് ഫോക്കസിൽ കൂടെ പോകുന്നുള്ള കാര്യം നമുക്കറിയാം. ഓക്കെ, രണ്ടാമത് എന്താ സംഭവിക്കുന്നത്? രണ്ടാമത് ഇങ്ങനെ ഇതുവഴി ഇങ്ങനെയാണ് പോകുന്നത്. ഓക്കെ, അപ്പൊ ഇങ്ങനെ പോകുന്ന സമയത്ത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിങ്ങനെ അകന്നാ പോകുന്നത്, വി പോലെ. ഒരിക്കലും അത് മുട്ടുന്ന പോയിന്റ്, രണ്ട് റേ മുട്ടുന്ന പോയിന്റിലാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്? ഇമേജ് ഫോർമേഷൻ നടക്കുന്നത്. അപ്പൊ ഇവന്മാരെ ഞാൻ ബാക്കിലോട്ട് എക്സ്റ്റെൻഡ് ചെയ്യാൻ പോവാണ്. അങ്ങനെ ഇവന്മാരെ ബാക്കിലോട്ട് എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ ഇവർ രണ്ടുപേരും വന്ന് മീറ്റ് ചെയ്യുന്നത് ഈ പോയിന്റിലായിരിക്കും. ഓക്കെ, ഈ പോയിന്റിലായിരിക്കും ഇമേജ്. ഇതാണ് നമ്മുടെ ഒബ്ജക്റ്റ്, ഇല്ലേ? ഇത് ഒബ്ജക്റ്റ് ആണ്. നമുക്ക് വേണമെങ്കിൽ ഹൈറ്റ് ഓഫ് ഒബ്ജക്റ്റ് h എന്നിടാം. ഇതാണ് ഇമേജ്, ഹൈറ്റ് ഓഫ് ഇമേജ് എന്നിടാം. ഓക്കെ, അപ്പൊ നിങ്ങൾ ചോദിക്കും, ഇവിടെ ഒരു ഇമേജ് ഫോം ചെയ്തില്ലേ, ഇവിടെ ഒരു സ്ക്രീൻ വെച്ച് കഴിഞ്ഞാൽ കാണത്തില്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാണത്തില്ല. നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് അറിയാമോ? നിങ്ങൾ നേരെ ഈ ലെൻസിനകത്തൂടെ പോയി നോക്കിയാൽ മാത്രമേ നിങ്ങൾക്ക് അത് കാണാനായിട്ട് പറ്റുള്ളൂ. അതായത് നിങ്ങൾ ഈ ലെൻസിനകത്തൂടെ പോയി നോക്കുക. അതായത് ഇവിടെ ഒരു എന്താണ്, നിങ്ങളുടെ കണ്ണ് വെച്ചിട്ട് ഇങ്ങോട്ട് നോക്കിയാൽ ഈ ഇമേജ് ഇവിടെ ഇരിക്കുന്നത് കാണാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇതാണ് ഇതിന്റെ കേസ്. ഇതിന്റെ എന്താണ്, ഇതും കൂടെ നമുക്ക് ചെയ്യണം. എന്താ, ഡെറിവേഷൻ കൂടെ. ഇപ്പൊ അവിടെ ഒന്ന് വരച്ചേര്, ഒരു മിനിറ്റ് തരാം. അതേപോലെ ആ ഒബ്ജക്ട് ഡിസ്റ്റൻസ് ഒക്കെ ഒന്ന് മാർക്ക് ചെയ്തേക്കണേ. ഇത് നമ്മുടെ ഒബ്ജക്ട് ഡിസ്റ്റൻസ് u, ഇത് നമ്മുടെ ഇമേജ് ഡിസ്റ്റൻസ് v. അതേപോലെ തന്നെ ഫോക്കൽ ലെങ്ത് എന്ന് പറയുമ്പോൾ നമ്മുടെ ഇങ്ങോട്ടുള്ള ഈ ഫോക്കസ് ആണ് നമ്മൾ എടുക്കുന്നത് കേട്ടോ. ഇതാണ് ഫോക്കൽ ലെങ്ത് f. ഇത്രയും കാര്യങ്ങളൊന്ന് മാർക്ക് ചെയ്യണം.
ഈ ഒരു കേസ് ഇന്ന് പഠിപ്പിക്കുന്നുള്ളൂ. അടുത്ത കേസ് അടുത്ത ദിവസം പഠിപ്പിക്കാം. ഓക്കെ, ഇനി നോക്കിയോ, ഇവിടെ ബാക്കി പറയാനുള്ള കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോക്കിയോ, നമുക്ക് ഇവിടെ മാഗ്നിഫിക്കേഷൻ കണ്ടുപിടിക്കുക എന്നുള്ളതാണല്ലോ നമ്മുടെ ഡെറിവേഷൻ. അപ്പൊ നമുക്ക് ഈ മാഗ്നിഫിക്കേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് അറിയാം ലെൻസിന്റെ ആയതുകൊണ്ട് m ഈസ് ഈക്വൽ ടു എന്താണ്, HI ഡിവൈഡഡ് ബൈ HO ആണ്. അതിനെ നമുക്ക് വേണമെങ്കിൽ V/U എന്നും എഴുതാന്നുള്ള കാര്യം നമ്മൾ എപ്പോഴോ പഠിപ്പിച്ചിരുന്നു അല്ലേ. ഇനി നമുക്കറിയാവുന്ന ഒരു ഇക്വേഷൻ ആണ് ലെൻസ് ഫോർമുല. ഇനി അക്കോർഡിംഗ് ടു ലെൻസ് ഫോർമുല നമുക്ക് ഇങ്ങനെ എഴുതാം, 1/f ഈസ് ഈക്വൽ ടു 1/v മൈനസ് 1/u ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടെ നിന്ന് ഞാൻ 1/u നെ ഇങ്ങോട്ട് കൊണ്ടിരുന്നു, 1/f നെ ഇങ്ങോട്ടേക്ക് കൊണ്ടുപോകും. അപ്പോൾ 1/u ഈസ് ഈക്വൽ ടു 1/v മൈനസ് 1/f. ഞാൻ നമുക്കറിയാം എമ്മും വിയും എഫും തമ്മിലുള്ള റിലേഷൻ കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ ഇൻറ്റു എന്ത് ചെയ്തു, ഇൻറ്റു വി ആയിരുന്നു ചെയ്തത്. അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ ഇവിടെ ചെയ്യാൻ പോവാണ്. അപ്പം മൾട്ടിപ്ലൈങ് ഈച്ച് ടേം വിത്ത് എന്താണ്, വിത്ത് വി. അങ്ങനെയാണെങ്കിൽ 1/u ഇൻറ്റു വി ഈസ് ഈക്വൽ ടു 1/v ഇൻറ്റു വി മൈനസ് 1/f ഇൻറ്റു വി. അങ്ങനെയാണെങ്കിൽ ഇത് v/u ഈസ് ഈക്വൽ ടു v/v മൈനസ് v/f. v/u നെ നമുക്ക് m എന്ന് വിളിക്കാം. m ഈസ് ഈക്വൽ ടു v/v 1 ആണ് മൈനസ് v/f. മാഗ്നിഫിക്കേഷന്റെ ഇക്വേഷൻ കിട്ടി. പക്ഷെ ഇതല്ല നമുക്ക് വേണ്ടത്. എന്താണെന്നറിയാമോ, നമ്മൾ ഈ നമുക്ക് കിട്ടുന്ന ഇമേജിനെ ഉണ്ടല്ലോ, അതാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ടത്. നമുക്ക് ഈ കിട്ടുന്ന ഇമേജിനെ നമുക്ക് ക്ലിയർ ആയിട്ട് കിട്ടണമെങ്കിൽ നമ്മുടെ ലീസ്റ്റ് ഡിസ്റ്റൻസ് ഓഫ് ഡിസ്റ്റിങ്ക്റ്റ് വിഷനിൽ കിട്ടുന്ന രീതിയിൽ നമ്മൾ ലെൻസിനെ അറേഞ്ച് ചെയ്യണം. അപ്പൊ നിങ്ങൾ ചോദിക്കും, നമുക്ക് ആകെ എന്താണ് ഈ ഒബ്ജക്റ്റ് ഫോക്കസിന്റെ ഒപ്റ്റിക് സെന്ററിന്റെ ഇടയ്ക്കാണ് വെച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഈ ഇമേജ് എന്ന് പറയുമ്പോൾ ഇതാണ് ഈ ഇമേജ് തന്നെ, ഇവിടെ നിന്ന് ഇവിടെ വരെയുള്ള ഡിസ്റ്റൻസാണ്. ഈ ഇമേജിനെ ലീസ്റ്റ് ഡിസ്റ്റൻസ് ഓഫ് ഡിസ്റ്റിങ്ക്റ്റ് വിഷൻ, അതിനെ ഡി എന്നാണ് എഴുതുന്നത്. കിട്ടുന്ന രീതിയിൽ എങ്ങനെ അറേഞ്ച് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേണ്ട, ഈ ഫോക്കസിന്റെയും ഒപ്റ്റിക് സെന്ററിന്റെ ഇടയ്ക്ക് ഇത്രയും സ്ഥലം ഉണ്ടല്ലോ, അത്രയും സ്ഥലത്ത് അറേഞ്ച് ചെയ്താൽ മതി. ഓട്ടോമാറ്റിക്കലി അവിടെ അങ്ങനെ നിങ്ങൾ കൈനോട്ടക്കാര് നിങ്ങളുടെ കൈ നോക്കുന്ന സമയത്ത് നിങ്ങൾ അങ്ങനെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ കൈ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇങ്ങനെ വലിച്ചു വെക്കുന്നത് കണ്ടിട്ടില്ലേ? ഈ ടെക്നിക്കാണ് അവർ ഫോളോ ചെയ്യുന്നത്. അവർക്കിത് അറിയത്തില്ല, അതിന്റെ എന്താണ് ടെക്നിക്കലി ഈ സംഭവം ഇങ്ങനെയാണെന്നുള്ള കാര്യങ്ങളൊന്നും അറിയത്തില്ല. അവർക്ക് അത് ലീസ്റ്റ് ഡിസ്റ്റൻസ് ഓഫ് ഡിസ്റ്റിങ്ക്റ്റ് വിഷനിൽ അതിന്റെ ഇമേജ് ഫോം ചെയ്യുന്ന രീതിയിൽ അവരെന്ത് ചെയ്യും, നിങ്ങളുടെ കൈ അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പിടിക്കും. അപ്പൊ നമ്മളും അതാണ് നമുക്ക് ഇവിടെ ചെയ്യേണ്ടത്. ഇവിടെ നമ്മൾ v ഈക്വൽ ടു ഡി ആണ്. v ഈക്വൽ ടു ഡി അല്ല, അതിന്റെ സൈൻ കൺവെൻഷൻ നോക്കുമ്പോൾ നെഗറ്റീവ് ഡി ആണ്. അപ്പം അത് നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്യാൻ പോവാണ്. എന്തിനു വേണ്ടിയാണെന്നറിയാമോ, ക്ലിയർ വിഷൻ കിട്ടാൻ വേണ്ടി. അപ്പൊ അത് എഴുതിയിട്ട് വേണം നമ്മൾ ഇത് എഴുതാനായിട്ട്. ഫോർ മോർ വിസിബിലിറ്റി image is made to be formed at near point എന്ന് പറയുമ്പോൾ എന്താ, ലീസ്റ്റ് ഡിസ്റ്റൻസ് ഓഫ് ഡിസ്റ്റിങ്ക്റ്റ് വിഷൻ ആണ്. ലീസ്റ്റ് ഡിസ്റ്റൻസ് ഓഫ് ഡിസ്റ്റിങ്ക്റ്റ് വിഷൻ LDDT എന്നൊന്നും എഴുതില്ല, ഞാൻ നിങ്ങൾക്ക് മനസ്സിലായി പെട്ടെന്ന് ഇതാൻ വേണ്ടി എഴുതിയതാ. ഓക്കെ ആണല്ലോ. ഓക്കെ, വിച്ച് ഈസ് ടേക്കൺ ആസ് എന്താ, വിച്ച് ഈസ് ടേക്കൺ ആസ് എന്താ, ആസ് ഡി. സൈൻ കൺവെൻഷൻ കൊടുക്കുമ്പോൾ എന്താണ്, അത് നെഗറ്റീവ് ഡി ആയിരിക്കും. ഓക്കെ, അത് 25 സെന്റിമീറ്റർ ആണ്, അതൊക്കെ ഓർത്തോണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് വിനെ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം,
therefore v is equal to negative d എന്ന് വരുന്നു. അങ്ങനെയാണ് നമ്മുടെ ഇക്വേഷൻ എങ്ങനെ മാറുന്നു? m is equal to 1 minus d by f എന്ന് വരുന്നു. അങ്ങനെയാണെങ്കിൽ 1 plus d by f എന്ന് വരുന്നു. അങ്ങനെയാണെങ്കിൽ m is equal to എന്താ? 1 plus d by f ആയിരിക്കും നമ്മുടെ ഇവിടുത്തെ ഈ കേസിലെ മാഗ്നിഫിക്കേഷന്റെ ഇക്വേഷൻ. ഇത്രയുമേ ഉള്ളൂ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പെട്ടെന്ന് ചോദിച്ചോളൂ. ഡൗട്ട് ഉള്ളത് ചോദിച്ച് ക്ലിയർ ചെയ്ത് പോണം, അല്ലെങ്കിൽ ബുദ്ധിമുട്ടാണ്. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണേ, ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ച് ക്ലിയർ ചെയ്യണേ. ഡൗട്ട് ഉണ്ടോ ഓരോരുത്തരോടും ചോദിക്കാം. അനുഗ്രഹം ഓക്കെ ആണോ? ഇത് അനുഗ്രഹം ഇച്ചിരി പാടാണ്, ഓക്കെ ആണോ? കേട്ടില്ല. ഓക്കെ സർ. ഓക്കെ. ഡേബ്രിയ ഇത് കണക്ട് ആവുന്നുണ്ടോ? ഇടയ്ക്കൊക്കെ മിസ്സായിരുന്നല്ലോ ക്ലാസ്. ഓക്കെ. അനീറ്റ, കീർത്തന. ഓക്കെ. പിന്നെ പേര് ദേവനന്ദ ഒക്കെ ഉണ്ടല്ലോ, ദേവനന്ദ, അതേപോലെ നന്ദിത ഒക്കെ ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു കേട്ടോ. ഓക്കെ. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇന്നത്തെ ക്ലാസ് ഇങ്ങനെ വൈൻഡപ്പ് ചെയ്യാണ്. നാളെ ക്ലാസ് ഉണ്ടാവും. നാളെ 9:15 ക്ലാസ് ഉണ്ടാവും. അത് പറയത്തില്ല. 9:15 കയറണം. എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ ഗ്രൂപ്പിലിടും കേട്ടോ. എന്നാൽ പിന്നെ ഇങ്ങനെ നിൽക്കട്ടെ ഇന്നത്തെ ക്ലാസ്. നമുക്കിനി ഇതിന്റെ ഒരു കേസ് കൂടെ ഉണ്ട്, അത് അടുത്ത ക്ലാസ്സിൽ പഠിപ്പിക്കാം.